guys, welcome to my YouTube channel. നിങ്ങൾക്ക് എത്ര പേർക്ക് ഡ്യുവലിംഗോനെ കുറിച്ചിട്ട് അറിയാം? എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഡ്യുവലിംഗോ എന്നുള്ള ഒരു ലാംഗ്വേജ് ലേണിംഗ് ആപ്പിനെ കുറിച്ചിട്ട് അറിയാം. എന്നാൽ എത്ര പേർക്ക് ഡ്യുവലിംഗോ എന്നുള്ള ഒരു ഇംഗ്ലീഷ് ടെസ്റ്റിനെ കുറിച്ചിട്ട് അറിയാം? സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡ്യുവലിംഗോ ഇംഗ്ലീഷ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ്. സോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. പറയാൻ വേണ്ടി പോകുന്നത് ഡ്യുവലിംഗോ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്താണെന്നാണ്. കാരണം ഒരുപാട് പേർക്ക് ഡ്യുവലിംഗോ ഇംഗ്ലീഷ് ടെസ്റ്റിനെ കുറിച്ചിട്ട് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പുറത്തേക്ക് എബ്രോഡ് പോയി പഠിക്കാൻ നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിന് ഡ്യുവലിംഗോ എന്നുള്ള ഒരു ഇംഗ്ലീഷ് ടെസ്റ്റിനെ കുറിച്ചിട്ട് വേണ്ടത്ര അറിവില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കറിയാവുന്ന ഡ്യുവലിംഗോ എക്സാമിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് വാട്ട് ഈസ് ഡ്യുവലിംഗോ ഇംഗ്ലീഷ് ടെസ്റ്റ്. ഡ്യുവലിംഗോ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ IELTS പോലെ തന്നെ നമ്മളുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി അറിയാൻ വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റ് ആണ് ഡ്യുവലിംഗോ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. IELTS പോലെ തന്നെ 2 years ആണ് ഈ ഒരു ഡ്യുവലിംഗോ ടെസ്റ്റിന്റെയും വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ IELTSൽ നമ്മൾ ഒരു 15 to 16K നമ്മൾ ഫീസ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഡ്യുവലിംഗോയിൽ ഏകദേശം ഒരു 5,000 to 6,000 rupees ആണ് നമുക്ക് ആകുന്നത്. നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതുമ്പോഴാണ് ഈ ഒരു 6,000 5,000 റേഞ്ച് വരുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, അതായത് ഈ ഒരു ഡ്യുവലിംഗോ ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് 2 പ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം ആ ഒരു ആപ്പ് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ആ ഒരു 2 എക്സാമിനാണ് നമ്മൾ ഫീസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള കൺസെഷൻ എല്ലാം ആ ആപ്പിൽ ഓൾറെഡി തന്നെ അവര് നമുക്ക് വേണ്ടി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഫീസും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എക്സാം വീട്ടിൽ നിന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നതാണ് സ്റ്റുഡൻസിനെ ഏറ്റവും കൂടുതൽ ഈ ഒരു ഡ്യുവലിംഗോ പ്ലാറ്റ്ഫോമിലേക്ക്, ഈ ഒരു ടെസ്റ്റിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവും ഈ ഡ്യുവലിംഗോ എക്സാം നമ്മൾ വീട്ടിൽ നിന്ന് എഴുതുമ്പോഴത്തേക്കും നമുക്ക് കോപ്പി അടിച്ച് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഹെൽപ്പോട് കൂടിയൊക്കെ നമുക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റും എന്ന്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിച്ചിട്ട് ഈ ഒരു എക്സാം എഴുതാൻ നിൽക്കരുത്. നമ്മൾ IELTSന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണോ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് നമ്മൾ ഈ ഒരു ഡ്യുവലിംഗോ ഇംഗ്ലീഷ് ടെസ്റ്റിന് നമ്മൾ കൊടുക്കേണ്ടതാണ്. വീട്ടിൽ നിന്ന് എഴുതുന്നത് കൊണ്ട് തന്നെ ഈ ഒരു എക്സാം എഴുതുമ്പോഴത്തേക്കും ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇൻ കേസ് നമ്മൾ ഈ ഏതെങ്കിലും റൂൾസ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ എക്സാം അതുപോലെ നമ്മളുടെ ആ ഒരു അക്കൗണ്ട് ബാൻ ചെയ്യാനും വരെയുള്ള ഒരു കൺസേൺ നമ്മൾ അവർക്ക് ഓൾറെഡി എഗ്രി ചെയ്തിട്ടാണ് ഈ ഒരു എക്സാം നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് ഈ ഒരു എക്സാം എഴുതേണ്ട രീതിയും എന്തെല്ലാം കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഡ്യുവലിംഗോ എക്സാമിന് ചോദിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു എക്സാം എഴുതുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു പേജിലേക്ക് ലോഗിൻ ചെയ്ത് കയറുക എന്നതാണ്. നമ്മളുടെ മെയിൽ ID പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നമുക്ക് പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു പ്രാക്ടീസ് ടെസ്റ്റിലൂടെ എന്താണ് ഡ്യുവലിംഗോ ടെസ്റ്റ് എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു ഡ്യുവലിംഗോ ടെസ്റ്റിനകത്ത് റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ഈ 4 കൈൻഡ്സ് ഓഫ് ടെസ്റ്റിങ്ങും ഉണ്ടായിരിക്കുന്നതാണ്. IELTS പോലെ തന്നെ IELTSന് നമ്മൾ ചില ടൈം നമുക്ക് 2 days ഒക്കെയാണ് IELTSന്റെ എക്സാം വന്നത്. കാരണം സ്പീക്കിംഗ് ഒരു ദിവസം, ചിലപ്പോൾ റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിങ്ങും വേറൊരു ദിവസമൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ഡ്യുവലിംഗോ ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം 1.5-2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് നമ്മളുടെ വീട്ടിലിരുന്ന് നമ്മളുടെ ഡെസ്ക്ടോപ്പിലോ നമ്മളുടെ ലാപ്ടോപ്പോ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റൂൾസ് നമ്മൾ ഈ ഒരു എക്സാം പ്ലാറ്റ്ഫോമിൽ കയറി, അതായത് നമ്മൾ കയറി കഴിഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഫീസ് അടക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 5,000 6,000 rupees ഒക്കെയാണ് ഈ ഒരു ഡ്യുവലിംഗോ ടെസ്റ്റിന് വരുന്ന ഫീസ് ചാർജ് എന്ന് പറയുന്നത്. ആ ഒരു ഫീസ് അടച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു 2-3 monthനുള്ളിൽ നമ്മൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്താൽ മതി.
അപ്പൊ അതുവരെ നമുക്ക് പ്രാക്ടീസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾസിൽ ട്വിലിംഗോനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് അവർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നോക്കി തന്നെ പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമ്മളൊരു എക്സാം ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആദ്യമായി അവർ നമ്മളോട് ചോദിക്കുന്നത് നമ്മളുടെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഐഡന്റിറ്റി ഡോക്യുമെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ഇതെന്തെങ്കിലും നമ്മൾ അവർക്ക് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവർ അത് ആക്സസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മൈക്രോഫോണും അതുപോലെ നമ്മുടെ സ്പീക്കേഴ്സും എല്ലാം വർക്കിംഗ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സെക്കൻഡ്. അതൊക്കെ വർക്കിംഗ് ആണ്, ഓക്കെ ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ എക്സാമിലേക്ക് കടക്കുന്നത്. ഇനിയാണ് ഞാൻ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീട്ടിൽ നിന്ന് തന്നെ എക്സാം എഴുതുന്നത് കൊണ്ട് തന്നെ ഡ്യുവലിംഗോയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അതിൽ ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മൾ എക്സ്ട്രാ, അതായത് നമ്മളുടെ ഹെഡ്ഫോൺസ്, ഹെഡ്സെറ്റ്, ഇയർഫോൺസ് ഇതൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. സെക്കൻഡ് വൺ, നമ്മളുടെ ഇയേഴ്സ്, നമ്മളുടെ ഫേസ് എപ്പോഴും വിസിബിൾ ആയിട്ട് ക്യാമറക്ക് മുന്നിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഹെഡ് മൂവ്മെന്റ്, അതായത് നമ്മുടെ ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പകുതിക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. മൂന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക്, അതായത് ആപ്പ്, നമുക്കിപ്പോൾ ഗ്രാമർ നോക്കുന്ന, ഗ്രാമാറ്റിക്കൽ ചെക്ക് ചെയ്യുന്ന ആപ്പ്, അതുപോലെ പ്ലേജറിസം നോക്കുന്ന ആപ്പ്, ഈ ഒരു സോഫ്റ്റ്വെയർസും കാര്യങ്ങളും ഒന്നും തന്നെ നമ്മളുടെ സിസ്റ്റത്തിനകത്ത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇൻ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അത് അൺഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം അവർ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഗ്രി എന്നുള്ള ആ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്യണേക്ക് മുന്നേ ആയിട്ട് ഓൾറെഡി അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇൻ കേസ് ഇങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർസും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മളത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടതാണ്. പിന്നെ അവർ നമ്മളോട് പറയുന്നത് നമ്മൾ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു സ്പേസിൽ ഇരുന്ന് വേണം നമ്മൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് വേറെ ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും കാര്യങ്ങളും ഒന്നും തന്നെ ഈ ഒരു എക്സാം എഴുതുമ്പോൾ നമുക്ക് വരാൻ വേണ്ടി പാടില്ല. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞാൽ ഫൈനൽ അവർ ആ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് റിസൾട്ട് പബ്ലിഷ് ചെയ്യാതിരിക്കാനുള്ള അവർക്ക് ആ ഒരു കൺസേൺ കൂടി നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അവർ നമ്മളോട് പറയുന്നത് നമ്മൾ മിററിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് എക്സാം എഴുതുക എന്നൊക്കെയാണ്. കാരണം നമ്മൾ മറ്റൊരാളുടെ സഹായത്തോടു കൂടിയല്ല ആ ഒരു എക്സാം എഴുതുന്നത് എന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവര്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമുക്ക് ഈ ഒരു എക്സാം എഴുതുമ്പോൾ നമ്മൾ നോട്ട്സും കാര്യങ്ങളും ഒന്നും തന്നെ, അതായത് പെൻ, പേപ്പർ ഇതൊന്നും കയ്യിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇതൊന്നും തന്നെ നമുക്ക് ഈ ഒരു എക്സാമിന് അവർ അലൗ ചെയ്യുന്നതല്ല. അതുപോലെ തന്നെ നമ്മൾ കീബോർഡിൽ ഒരുപാട് നേരം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ ഫുൾ ടൈം മോണിറ്ററിലായിരിക്കണം. അതായത് നമ്മൾ ഇൻ കേസ് ഇപ്പോൾ ഒരു റൈറ്റിംഗ് ടാസ്ക് ആണെങ്കിൽ, നമ്മൾ എഴുതുവാണെങ്കിൽ, ടൈപ്പ് ചെയ്യുവാണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് നേരം കീബോർഡിൽ ഫോക്കസ് ചെയ്യാതെ നമ്മൾ സ്ക്രീനിൽ വേണം കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് എക്സാം എഴുതാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മളുടെ ബോഡി മൂവ്മെന്റ്സ് ഒക്കെ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് സ്പീക്കർ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ലിസണിങ് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ സ്പീക്കേഴ്സും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് സൗണ്ട് ഒക്കെ ചെക്ക് ചെയ്യാം. അതൊക്കെ അവർ നമുക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾ മെയിൻലി ആയിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എക്സാം എഴുതുമ്പോഴത്തേക്കും മറ്റൊരാളുടെ സഹായവും ഈ ഒരു എക്സാമിന് നമുക്ക് പാടുള്ളതല്ല. ഇൻ കേസ് നമുക്ക് ഒരാളുടെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നതെന്ന് ഡ്യുവലിംഗോയ്ക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു എക്സാമിന്റെ റിസൾട്ട് അവർ ബാൻ ചെയ്ത് കളയും. അതുപോലെ തന്നെ ആ ഒരു അക്കൗണ്ടും. അങ്ങനെ ഒരു അക്കൗണ്ട് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഇമെയിൽ ID വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ വേറൊരു പ്രൂഫ് ഡോക്യുമെന്റ് കാണിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതാൻ വേണ്ടി പറ്റില്ല. ഡ്യുവലിംഗോ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് തന്നെ നമ്മളെ ബാൻ ചെയ്ത് കളയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു 5,000 6,000 റുപ്പീസ് കൊടുത്ത് നമ്മൾ എക്സാം എഴുതുവാണെങ്കിൽ പോലും IELTS നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് നമ്മൾ ഈ ഒരു ഡ്യുവലിംഗോ ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കേണ്ടതാണ്. ഈ ഒരു എക്സാം എഴുതുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു എക്സാം പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ മുതൽ
അതിന്റെ എൻഡ് ടൈം വരെ നമ്മളെ അവർ മോണിറ്റർ ഇരിക്കുന്നുണ്ടാവും. അത് നമുക്ക് എക്സാം എഴുതുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് മുകളിലായിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും. സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്താലും ഡ്യുവലിംഗോക്ക് അത് മനസ്സിലാവുന്നതാണ്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് നേരം കീബോർഡിലൊന്നും നോക്കാതെ നമ്മൾ ആ ഒരു എക്സാമിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് വേണം ഈ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിരിക്കുമ്പോൾ തന്നെ ആ ഒരു എക്സാം പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ തന്നെ ഫുൾ സ്ക്രീൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ആ ഒരു ഫുൾ സ്ക്രീൻ നമുക്ക് മിനിമൈസ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് പോകാനൊന്നും തന്നെ പറ്റില്ല. ഇൻ കേസ് നമ്മൾ അങ്ങനെ ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എക്സാം അങ്ങനെ തന്നെ ക്ലോസ് ആയി പോയിട്ട് വീണ്ടും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് എക്സാം എഴുതേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ആ ഒരു എക്സാം തീരാറാവുന്ന ടൈമിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതായത് വേറൊരു സ്ക്രീനിലേക്കോ വേറൊരു ആപ്ലിക്കേഷനിലേക്കോ എന്തെങ്കിലും പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു എക്സാം അവിടെ വെച്ച് തന്നെ എൻഡ് ആവുന്നതാണ്. അപ്പൊ നമ്മൾ വീണ്ടും ഒന്നേന്ന് മുതൽ എക്സാം പിന്നെയും ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ലാപ്ടോപ്പിലാണെങ്കിൽ നമ്മൾ ലാപ്ടോപ്പിലുള്ള മൗസ് തന്നെ യൂസ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എക്സ്ട്രാ മൗസ് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സാം എഴുതുമ്പോഴത്തേക്കും നമ്മളുടെ ആ മൗസിന്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ട് ചിലപ്പോൾ ആ ഒരു എക്സാം ഇനേബിൾ ആയി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ കീബോർഡും കാര്യങ്ങളും ഒന്നും തന്നെ നമ്മൾ ഈ ഒരു എക്സാം എഴുതുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പൊ നമ്മൾ എക്സ്ട്രാ കീബോർഡോ നമ്മൾ എക്സ്ട്രാ മൗസോ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എക്സാം ഇൻവാലിഡ് ആയി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ എക്സാം എഴുതുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ 2 മോണിറ്റർ യൂസ് ചെയ്ത് എക്സാം എഴുതാൻ വേണ്ടി പാടില്ല. നമ്മൾ ഒരു മോണിറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു മോണിറ്ററിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു എക്സാം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഫുൾ സ്ക്രീൻ ആയിട്ടുള്ളത് നമ്മൾ ഒരിക്കലും മിനിമൈസ് ചെയ്തിട്ട് സ്മോൾ സ്ക്രീൻ ആക്കാനോ ഒന്നും തന്നെ പാടുള്ളതല്ല. ഈ ഒരു എക്സാമിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ഡേയ്സിനുള്ളിലാണ് അവർ നമ്മളോട് പറയുന്ന ആ ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത്. 2 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ഡ്യുവലിംഗോ ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ്. ആക്ച്വലി സ്കോർ എന്ന് പറയുന്നത് നമുക്ക് മാർക്ക് അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഗ്രേഡിംഗ് വന്നത്. അതായത് 10, 9, 8, 7 ആ ഒരു ഗ്രേഡിംഗ് വന്നത് നമ്മുടെ മാർക്ക് അനുസരിച്ചിട്ടാണ്. ആ ഒരു മാർക്ക് ഷീറ്റും IELTS ആണെങ്കിലും TOEFL ആണെങ്കിലും എല്ലാം അതിന് എത്ര ഗ്രേഡ് ആണോ ഈ ഡ്യുവലിംഗോക്ക് കിട്ടിയിരിക്കുന്ന ആ മാർക്ക് വെച്ചിട്ട് എത്ര ഗ്രേഡ് ആണെന്ന് ഓൾറെഡി ഡ്യുവലിംഗോയുടെ ആപ്പിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോളണ്ട്, UK, US, കാനഡ, ഓസ്ട്രേലിയ ഇവിടെയുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ ഡ്യുവലിംഗോ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്നുള്ളൊരു ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആക്കിയിട്ടുണ്ട്. ആ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണോ ഡ്യുവലിംഗോ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നതിനുള്ള ഡീറ്റെയിൽസും ഈ ഒരു ഡ്യുവലിംഗോയുടെ ആപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ അവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിൽ നിന്ന് തന്നെ യൂണിവേഴ്സിറ്റിക്കാർക്ക് നമ്മുടെ സ്കോറും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു കോവിഡ് ടൈമിലാണ് ഈ ഒരു ഡ്യുവലിംഗോ ഇംഗ്ലീഷ് ടെസ്റ്റ് എന്നുള്ള ഒരു ആ ഒരു പ്ലാറ്റ്ഫോം കുട്ടികളിലേക്ക് കൂടുതലായിട്ട് എത്താൻ വേണ്ടി തുടങ്ങിയത്. എന്നാലും ഒരുപാട് സ്റ്റുഡൻസിന് ഡ്യുവലിംഗോ എക്സാം എന്താണ്, അതിന്റെ പോസിറ്റീവ് വശങ്ങളെ കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ IELTSന്റെ അത്രയും ഗ്രാമാറ്റിക്കലും അതുപോലെ തന്നെ വൊക്കാബുലറി ഒന്നും നമുക്ക് ഈ ഒരു ഡ്യുവലിംഗോ ഇംഗ്ലീഷ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ഈ 4 കാറ്റഗറിയിൽ തന്നെ ആയിരിക്കും നമുക്ക് ഈ ഒരു ഡ്യുവലിംഗോ എക്സാം നടത്തുന്നതെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരുവിധം സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഈ ഒരു എക്സാം വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എഴുതി ജയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. IELTS പോലെ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഈ ഒരു എക്സാം അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു എക്സാം എഴുതുന്നുണ്ട്. കുറെ പേർക്ക് ഈ ഒരു കുറെ റീസൺസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ റൂൾസ് ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ റിസൾട്ടും കാര്യങ്ങളൊന്നും പബ്ലിഷ് ചെയ്യാത്ത കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഡ്യുവലിംഗോ പറയുന്നത് പോലെ റൂൾസും കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ടാണ് ആ ഒരു എക്സാം എഴുതുന്നതെങ്കിൽ നമുക്ക് റിസൾട്ട് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും കൂടിയാണ് ഈ ഒരു ഡ്യുവലിംഗോ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾക്കിപ്പോ ഒരാളുടെ ഹെൽപ്പോട് കൂടിയല്ല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ മൂലമാണ് നമുക്ക് ആ ഒരു എക്സാമിന് എന്തെങ്കിലും പ്രോബ്ലം പറ്റുന്നതെങ്കിൽ നമുക്ക് അപ്പീൽ ചെയ്തിട്ട് വീണ്ടും നമുക്ക് എക്സാം എഴുതാനുള്ള, അതായത് റീഫണ്ട് ചെയ്ത് നമുക്ക് വീണ്ടും എക്സാം എഴുതാൻ പറ്റുന്ന രീതിയിൽ ഡ്യുവലിംഗോ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു ആപ്ലിക്കേഷനിൽ.
പക്ഷെ നമ്മൾ ഒരാളുടെ ഹെൽപ്പോട് കൂടി കോപ്പി അടിച്ചിട്ടാണ് ആ ഒരു എക്സാം ചെയ്യുന്നതെന്ന് ഡ്യുവലിംഗോക്ക് മനസ്സിലാക്കി കഴിഞ്ഞാണ് നമ്മൾ അവർ ബാൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഡ്യുവലിംഗോ വളരെ ഈസി ആയിട്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ്. സോ ഈ ഒരു വീഡിയോ ഡ്യുവലിംഗോ എഴുതാൻ നിൽക്കുന്ന സ്റ്റുഡൻസിനും ഡ്യുവലിംഗോ എന്താണ് എന്നറിയില്ലാത്ത സ്റ്റുഡൻസിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പൊ ഈ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ ദിസ് ഇസ് സൈനിങ് ഓഫ് ഗ്രീഷ്മ സുജിത്. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.